കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ചുമതലയേറ്റ പുതിയ അന്വേഷണ സംഘം കണ്ണൂരിലെത്തി. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലെത്തിയത്. മുൻപ് കേസ് അന്വേഷിച്ച സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ കണ്ണൂരിലെത്തിയിട്ടുള്ളത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അല്പസമയം മുൻപാണ് ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ഈ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ മുൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന SP വേണുഗോപാലും അതുപോലെ തന്നെ CI ശ്രീജിത്ത് കൊടേരി അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മുഴുവൻ ഈ പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പുതിയ അന്വേഷണ സംഘം കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായ അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ റാമിന് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് റദ്ദായി അദ്ദേഹം പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ വീഴ്ചയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ആ അന്വേഷണ സംഘത്തെ മുഴുവൻ ഒഴിവാക്കി പുതിയ അന്വേഷണ സംഘത്തിന് ചുമതല നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ അന്വേഷണ സംഘം ഇപ്പോൾ കണ്ണൂരിലെത്തുകയും ഈ അന്വേഷണ രേഖകളടക്കം ശേഖരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ പ്രധാനമായും ഇവർക്ക് പറ്റിയ വീഴ്ച എന്ന് പറയുന്നത് ഈ റാം എന്ന് പറയുന്ന ആന്ധ്ര സ്വദേശിയാണ്. അപ്പോൾ ആന്ധ്ര സ്വദേശിയായ ഒരാൾക്ക് താൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നൽകേണ്ട രേഖകൾ പ്രകാരം ഇംഗ്ലീഷിൽ ആയിരിക്കണം വിവരങ്ങൾ കൈമാറേണ്ടത്. അതായത് മറ്റ് ഭാഷകൾ അദ്ദേഹത്തിന് മലയാളം അത്ര അറിയാത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികരും ഈ നിലവിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം നൽകിയ വിവരങ്ങളിൽ മലയാളത്തിൽ ഈ അറസ്റ്റ് വിവരങ്ങൾ മലയാളത്തിൽ രേഖപ്പെടുത്തിയതാണ് വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാകാനുള്ള ഒരു കാരണം. കാരണം ഈ പ്രതിയുടെ അഭിഭാഷകൻ ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് ഇത്തരത്തിൽ അറസ്റ്റിൻ്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചത്, ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് കോടതിയിൽ പറയുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഇത്തരത്തിൽ ആ അറസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് റാമിനെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിലും വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി കോടതിയെ ക്രൈംബ്രാഞ്ച് സമീപിക്കുന്നുണ്ട്. നാളെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും കണ്ണൂരിലെ ദന്തൽ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം കണ്ണൂരിലെത്തിയിട്ടുണ്ട്. കൃത്യമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള നൽകുന്നത്.